ഇന്ന് നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ XAUSD ഗോൾഡിന്റെ ഒരു അനാലിസിസ് എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം മുതൽ ഏകദേശം ഇന്ത്യൻ ടൈം ഒരു 11 AM വരെയുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ്. ഇന്ന് ഓഗസ്റ്റ് 21 ഫ്രൈഡേ ആണ്. അപ്പൊ ഇന്നത്തെ ഒരു ഗോൾഡിന്റെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 1 വീക്ക് ആയിട്ട് നമുക്ക് ഗോൾഡ് ബൈ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഡേ ടൈമിൽ നമുക്ക് അത്യാവശ്യം സൈഡ് വേസ് മാർക്കറ്റ് ആയതുകൊണ്ട് രണ്ട് സൈഡിലേക്ക് നമുക്ക് എൻട്രികൾ കാര്യങ്ങളും ഉണ്ട്. അതായത് സെല്ലും ബൈയും ഒക്കെ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ ഹയസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് 4547-48 വരെയാണ് മുകളിലേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് 4528 വരെ. അവിടെ നിന്ന് വീണ്ടും മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു കറന്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 4522 മുതൽ അതല്ലെങ്കിൽ 4518 മുതൽ 4528 വരെയുള്ള റേഞ്ചുകൾ നിലവിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവിടുന്ന് ബൈ എൻട്രികൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 4544 ടു 4548 ആണ്. 4548നെ ബ്രേക്ക് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും 4556 4565 ലെവലുകളിലേക്ക് പോകും. അവിടെ നിന്ന് വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 4574 78 4586 4590 ലെവലുകളിലേക്കൊക്കെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. മാർക്കറ്റ് ബൈ ട്രെൻഡിലായതുകൊണ്ട് തന്നെ ബൈയിലേക്ക് തന്നെ ഫാസ്റ്റ് മൂവ്മെന്റ് വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഹൈ റേഞ്ചിൽ എത്തിയത് കൊണ്ട് തന്നെ റിജക്ഷൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 4547-48 റേഞ്ചുകളൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതുപോലെ തന്നെ വീണ്ടും മുകളിലേക്ക് പോവുകയാണ് എങ്കിൽ 4578 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതുപോലെ തന്നെ 4558 മുതൽ 4578 വരെയൊക്കെയുള്ള റേഞ്ചുകൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളാണ്. അവിടെ നിന്നൊക്കെ റിജക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. റിജക്ഷൻ ഒന്നും വരുന്നില്ലെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകും. അതുപോലെ തന്നെ 4508നെ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് വീണ്ടും ഡൗൺ ആകുക. 4508 മുതൽ 4528 വരെയുള്ള റേഞ്ചുകൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള നിലവിലത്തെ ഒരു സപ്പോർട്ട് ഏരിയകളാണ്. അവിടെയൊക്കെ നമുക്ക് ബൈ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. 4500നെ ബ്രേക്ക് ചെയ്താൽ വീണ്ടും 4490 ലെവലുകളിലേക്കൊക്കെ മാർക്കറ്റ് ഡൗൺ ആകും. ഈ രീതിയിലാണ് ഈ ഒരു മൊമെന്റ് വരെയുള്ള ഒരു അനാലിസിസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പക്ഷെ സമയം പോകുന്തോറും മാർക്കറ്റിന്റെ ട്രെൻഡുകളും അതുപോലെ തന്നെ പ്രൈസുകളും ഒക്കെ മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴാണോ ട്രേഡ്സ് എടുക്കുന്നത് ആ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ട് ചാർട്ടൊക്കെ നല്ല രീതിയിൽ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.